ഹലോ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമ്മളിന്ന് പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. കിട്ടിയതെല്ലാം പെറുക്കി ബാഗിലിട്ടിട്ട് മൂന്നാറിലേക്കാണ് യാത്ര. പോണ വഴിക്ക് ചിയപ്പാറ വാട്ടർഫോൾ എത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കഴിക്കാൻ കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചു. അവക്കുട്ടിന് വേണ്ടിയിട്ട് ഞാൻ എരിവില്ലാത്ത മാങ്ങ മേടിച്ചപ്പോൾ ആൾക്ക് എരിവുള്ള മാങ്ങ മതിയെന്ന്. അങ്ങനെ വണ്ടിയിലിരുന്ന് അതെല്ലാം കഴിച്ചിട്ട് നമ്മുടെ സ്റ്റേയിലേക്ക് പോവാണ്. പോണ വഴിക്ക് ഈ ഇന്നോവയിലില്ലേ നമ്മുടെ സിനിമാ നടൻ ഇന്ദ്രൻ സേട്ടൻ പുള്ളിക്കാരനെ കണ്ടു. അങ്ങനെ നമ്മുടെ സ്റ്റേ എത്തി, സീന വില്ലേജ്. അവിടെ ചെന്ന് ഈ തണുപ്പത്ത് അവർ നല്ല ചൂട് ചുക്ക് കാപ്പി വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നു. സംഭവം അടിപൊളിയായിരുന്നു. ചെന്ന ഉടനെ അവക്കുട്ടനെ അങ്ങ് ഉണർത്തി. അവിടെ നല്ല ഭംഗിയിൽ അവരുടെ പ്രോപ്പർട്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പൂക്കളും മരങ്ങളും. ഞാനും അവക്കുട്ടനും ചെന്ന ഉടനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. ഈ പൂ നമ്മുടെ നാട്ടിലില്ലേ, ഇതിന് ഈ ഓറഞ്ചും പിന്നെ ഒരു യെല്ലോ ഉള്ളത്. പക്ഷെ അവിടെ ചെന്ന് ഞാൻ ആദ്യമായിട്ട് ഈ കളർ കണ്ടു. ഞാൻ കുറേ നേരം അതിശയിച്ച് അതിൽ തന്നെ നോക്കി നിന്നു കേട്ടോ. നമ്മുടെ റൂമെത്തി. 405 ആയിരുന്നു നമ്മുടെ റൂം നമ്പർ. അങ്ങനെ അവിടെ ചെന്ന് റൂമൊക്കെ കണ്ടു, ടോയ്ലറ്റൊക്കെ കണ്ടു, പിന്നെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണല്ലോ. അവക്കൂട്ടം ചെരുപ്പ് ഊരി കഴിഞ്ഞിട്ട് തിണ്ണയിൽ നല്ല തണുപ്പാന്ന് പപ്പയുടെ അടുത്ത് എന്ന് പറയാം. പിന്നെ അവിടെ തന്നെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവക്കൂട്ടനായിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഈവനിങ് അവക്കുട്ടൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. സാധാരണ ഇങ്ങനെ ചുരമൊക്കെ ഉള്ള ഒരു ട്രിപ്പിൻ്റെ ഒക്കെ ഈ സ്റ്റേ എത്തുന്ന സമയത്ത് ഞാൻ നേരെ ബെഡിലായിരിക്കും. എനിക്ക് മോഷൻ സിക്നസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മരുന്ന് കൂടെ കഴിച്ചിട്ടാകുമ്പോൾ ഫുൾ ഉറക്കമായിരിക്കും. പക്ഷേ ഇത്തവണ ഞാൻ അതിൻ്റെ മരുന്നൊന്നും കഴിച്ചില്ല. കയ്യിൽ കുറച്ച് ലേസ്, പിന്നെ പുളിമിഠായി, നാരങ്ങ മിഠായി, പിന്നെ നാരങ്ങ, മാങ്ങ ഇതെല്ലാം കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് വന്ന് കയറിയ ഈവനിങ് ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. അവക്കുട്ടൻ പുളിമിഠായി കഴിച്ചിട്ട് നടക്കുക ആൾ. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ. അവിടുത്തെ ഈ തണുപ്പത്ത് നല്ല റോസപ്പൂവൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി നിൽപ്പുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന്. കളിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവക്കുട്ടന് ജിമ്മി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ജിമ്മ് കാണാൻ വേണ്ടി അവിടെ പോയി. കുറച്ച് നേരം അവിടെ നിന്ന് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവക്കുട്ടൻ പപ്പയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി എടുക്കാൻ പോവാം. ജിമ്മിലൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ ഇന്ന് വേറെ ഒരിടത്തും പോകണ്ട, ഇവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. നല്ല മഞ്ഞ് മൂടിയ കുഞ്ഞു കുഞ്ഞു മലകളും പിന്നെ ഈ ലൈറ്റെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു നാളെയാവും യാത്രയെന്ന്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.